ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കുറേ കാലം പണിയൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റോട്ടുമ്മ കൂടെ ഇങ്ങനെ നടക്കും. അമ്മായിൻ്റെ അടുക്ക് പോകുമ്പോഴും ഭാര്യയോട് പോകുമ്പോഴൊക്കെ ചുറ്റും റോട്ടിലിങ്ങനെ നടക്കും. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് വിറ്റ് കാശുണ്ടാക്കാൻ, എന്തെങ്കിലും കിട്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അതാ കിടക്കുന്നത് ഒരു നല്ല മാവ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ കയറി ആ വീട്ടിൽ കയറി അതിൻ്റെ മുതലാളിനോടൊക്കെ ചോദിച്ചു. സംസാരിച്ചപ്പോൾ ഒരു മാഹവിലൊക്കെ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു തരാം, നല്ല നല്ല മാങ്ങയാണ് കേട്ടോ. പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ചക്കട്ടപ്പോൾ മുയൽ ചത്തെന്ന് പറഞ്ഞ മാതിരി പുള്ളിക്ക് അതിനോട് യാതൊരു ബന്ധമില്ല, ഒന്നും അറിയില്ല. പുള്ളിൻ്റെ ബ്രദർ ആരോ പുറത്തുനിന്ന് കൊടുന്ന് വെച്ച് കുരു കുഴിച്ചിട്ട് മുളച്ചുണ്ടായ തൈയാണ്. പക്ഷേ ഇതിപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലല്ലോ. നമുക്ക് ഇതിനൊരു പേരിട്ടിട്ട് ഞാനാണ്ട് തീരുമാനിച്ചു, ഞാനും എൻ്റെ സുഹൃത്തുക്കളും തീരുമാനിച്ചു വിക്ടോറിയ. ഇനിയിപ്പോൾ കാശുണ്ടാക്കാൻ ഇതന്നെയാണ് വഴി. ഇനി കുറച്ച് കാശ് അടിച്ച് മാറ്റണം. കുറച്ച് തൈയൊക്കെ നമുക്ക് ഇതിമെന്ന് ഉണ്ടാക്കണത് കാണിക്കണം. ഒരു മരത്തിമെന്ന് ഇപ്പോൾ എത്ര തൈ ഉണ്ടാക്കുക അല്ലേ. ബാക്കി തൈകൾ നമുക്ക് തൃശ്ശൂർ മണ്ണുത്തി എന്നൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതാന്നിട്ടാണ്ട് വിൽക്കുമ്പോൾ പിന്നെ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളാരും പറയേണ്ട അത് ഞാൻ മണ്ണുത്തിന്ന് കൊടുന്ന് വെച്ചതാണ്, വലിയ തൈയൊക്കെ അതിൻ്റെ എന്നൊന്നും ഞാനും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കഴിവാണ്. ഞാൻ ചെയ്ത തൈ റോക്കറ്റ് പോകണമായിരിക്കും, പെട്ടെന്ന് പൊന്തും. 6 മാസത്തെ വളർച്ച ഉള്ളതൊക്കെ പെട്ടെന്ന് 2 വർഷത്തെ വളർച്ചയൊക്കെ ആവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല എന്താ ടർപ്പൻ്റ് ഓയിലൊക്കെ ഇല്ലേ, ടർപ്പൻ്റ് ഓയിൽ, സിഗരറ്റ്, ചുരുട്ട് വലിക്കണ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കണ്ടിട്ട് വരും. അതാണിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത്, ഫ്ലേവർ. ആ ഫ്ലേവറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളൊക്കെ മക്കളെ ഇതൊന്ന് തിന്നു നോക്കണം. നിങ്ങൾ അമ്മായിട്ട സാധനമാണ്. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അത് ഓരോ തൈകൾ കൊണ്ട് വെക്കണം. വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ. 4 കൊല്ലമൊക്കെ വെച്ചവർക്ക് ഇതുവരെ കായ്ച്ചിട്ടില്ല. അതിൽ തൈ ഉണ്ടാക്കിയവരൊക്കെ ചിലപ്പോൾ ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കായ്ക്കും. അപ്പോൾ ഇതിൽ കുറേ തൈകൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം, ദയവേദിട്ട് എന്നെ സഹായിക്കണം, ഇത് വാങ്ങി സഹായിക്കണം. ബായ്.